ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്താ പറയുക, ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് പോഡ്കാസ്റ്റ് ബൈ നിഷ ജോർജിൻ്റെ ഈ ഒരു എപ്പിസോഡുമായിട്ട് വരുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത തന്നെ നിങ്ങൾക്കറിയാം. മാർച്ച് 8 ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സഹൃദരായ എല്ലാവർക്കും എൻ്റെ വക അന്താരാഷ്ട്ര വനിതാ ദിന ആശംസകൾ. ഞാൻ പറയാൻ പോകുന്നു, നിങ്ങളുടെ അടുത്തൊരു കഥ പറയാം. ഇത് ഒരു വ്യക്തിയുടെ കഥയാണേ. അതായത് ഈ വ്യക്തി എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്. അപ്പം ഈ ഒരു വ്യക്തി ഒരു സ്ത്രീയാണ്. സ്ത്രീ ഒരു എന്താ പറയുക, മകളായിരുന്നു, അമ്മയായിരുന്നു, ഭാര്യയായിരുന്നു, അങ്ങനെ പല റോളുകൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും ആ ഒരു റോള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ അവരുടെ ഒരു കഥയാണ് പറയുന്നത്. വളരെ സ്മാർട്ടായിട്ടുള്ള സംഗീതം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആർട്ടിസ്റ്റിക് ആ ഒരു ടാലൻറ്റ് നല്ല രീതിയിലുള്ള ഒരു ലേഡിയായിരുന്നു. അവരുടെ ചെറുപ്പകാലത്ത് അവർ നല്ല രീതിയിൽ പാട്ട് പാടാനും അതോടൊപ്പം തന്നെ ആ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത ഒരു കാലഘട്ടത്തെ കാസറ്റിൽ കൂടെയൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരു ശബ്ദമുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. അങ്ങനെ അവർ ജീവിച്ചിരിക്കുക. അവരുടെ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ നാട്ടിലത്തെ അന്നത്തെ സിസ്റ്റമൊക്കെ വെച്ചിട്ട് അറേഞ്ച് മാരേജ്, അങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് അവർ അവരുടെ ഭർതൃഗൃഹത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നു. അവിടുത്തെ ആ ഒരു കുറച്ച് നാളത്തെ ജീവിതത്തിനിടയിൽ അവർക്ക് 2 കുട്ടികളുണ്ടാകുന്നു. അവരവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഇവർ വളരെ സ്മാർട്ടായിട്ട് തന്നെ ഒരു ബിസിനസ് സംരംഭവും അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകുന്നു. അങ്ങനെ ആ ഒരു ഇത് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഈ കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള ഒരു കാലഘട്ടത്തിലെത്തിയമ്പം അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ ആ ഒരു സമ്മർദ്ദം കാരണം അവർക്ക് ഈ ഒരു ബിസിനസ് നിർത്തേണ്ടി വരുന്നു. ഇവർ വീട്ടിലേക്ക് ആകപ്പെടുന്നു. ഇവർ പിന്നെ അവരുടെ ലോകം എന്ന് പറയുന്നത് ഈ ഭർത്താവിൻ്റെയും ഈ മക്കളുടെയും കാര്യങ്ങൾ നോക്കുക, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പോവുക, ബാങ്കിലെ കാര്യങ്ങൾ നോക്കുക, അല്ലെ പൈസ വരുന്ന വരവ് നോക്കുക, വീടിൻ്റെ ചിലവുകൾ കാര്യങ്ങൾ അതെല്ലാം നോക്കുക. ഭർത്താവ് ഇപ്പം പുള്ളിയുടേതായ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകുക. ഒരു വലിയൊരു മാനേജ്മെൻറ്റ് ടാസ്ക് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ മക്കളുടെ എല്ലാ കാര്യത്തിലും അവരുടെ ആ ഒരു ശ്രദ്ധ പുലർത്തുക, അവരുടെ സ്കൂളിലത്തെ കാര്യങ്ങൾ, അവരുടെ ട്യൂഷൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ, ഇതിലെല്ലാം ശ്രദ്ധ പുലർത്തി ഈ സ്ത്രീ അതിനകത്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അവിടെ അവർ മറന്നുപോയൊരു കാര്യം, അല്ലെങ്കിൽ അവർ അവരുടെ ഉള്ളിൽ അവരുടെ ഇഷ്ടങ്ങൾ, കുറേ സംഗതികൾ അവർ മാറ്റി വെച്ചിട്ട് പോയൊരു കാലഘട്ടമായിരുന്നു ഇത്. ഞാൻ ഈ പറയുന്നത് 80കളിലെയും 90കളിലെയൊക്കെ കാലഘട്ടത്തിൽ ഒരമ്മയായിരുന്ന ഒരു സ്ത്രീയുടെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് വേറെ ആരുമല്ല, എൻ്റെ മമ്മി തന്നെയാണ്. അപ്പോൾ ഒത്തിരിയേറെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലേഡി, അവരുടെ ഒത്തിരി ടാലൻസ് അവർ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ അവർ മാറ്റി വെച്ചു, അല്ലെങ്കിൽ മാറ്റി വെക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അന്നത്തെ ആ ഒരു സൊസൈറ്റിയുടെ ഡിമാൻഡ്, അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ ഡിമാൻഡ്സ് കാരണം അവർക്ക് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും മറ്റുള്ളവരുടെ എന്തൊക്കെയോ ആ ഒരു സോഷ്യൽ നോംസിൻ്റെ പേരിലും പലതിൻ്റെ പേരിലും അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് വേറെ ആരൊക്കെയോ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് അവർക്ക് ജീവിക്കേണ്ട വന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. ഞാനത് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, പക്ഷേ ഒരു മകളായിട്ട് ജീവിച്ച് ഞാൻ അവരുടെ ആ ഒരു ലൈഫ് കണ്ടുപോയൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഏറെക്കുറെ അവരുടെ ഉള്ളിൽ തോന്നിയിട്ടുള്ള ഒരു വിഷമങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരിക്കും അവരുടെ ഉള്ളിലൊക്കെ അനുഭവിച്ചിട്ടുള്ള ആ ഒരു മാനസിക സംഘർഷം എന്ന് പറയുന്നത്. ഇതുപോലെ ഒത്തിരി അമ്മമാർ അല്ലെങ്കിൽ ഒത്തിരി സ്ത്രീകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മുന്നേ നമുക്ക് പിന്നെയും ഇപ്പോഴും അതേ രീതിയിൽ തന്നെ പോകുന്നവർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനൊക്കെ ഇതിൻ്റെ അകത്ത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. കാരണം ഈ പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയുക, ഒരു സാക്രിഫൈസ് കാരണമാണ് ഞാനിങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിച്ചു പോകുന്നതും, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു പ്രിവിലേജോടുകൂടി എനിക്ക് ജീവിക്കാൻ പറ്റുന്നതും ഇന്നിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതും.
ഇന്നത്തെ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ പല സ്ത്രീകളും അവർ ഇപ്പോൾ ഒരു ഹോം മേക്കർ ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ അവരുടെ ഇഷ്ടമുള്ള ടാലൻസ്, ഇപ്പോൾ പാട്ടാണെന്നുണ്ടെങ്കിൽ പാട്ട്, അല്ലെങ്കിൽ അവരുടെ ആർട്ട് ഫോംസ് എന്താണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, അങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റി അവർക്ക് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നുണ്ട്. ആൻഡ് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വിച്ച് ഈസ് എ ഗുഡ് തിങ്. അപ്പോൾ ചേഞ്ചസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സംഭവിക്കുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഇക്വിറ്റി അല്ലെങ്കിൽ പിന്നെ ഇൻക്ലൂഷൻ, ഇങ്ങനെയുള്ള സംഗതികൾ ഒക്കെ കൂടുതലായിട്ട് നമ്മളുടെ ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്നുണ്ട്. അത് ലോകത്ത് തന്നെ പല പല മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇതിന് മുന്നേ ജീവിച്ചു പോയ പലരുടെയും, അല്ലെങ്കിൽ മുന്നേ ജീവിച്ചിട്ടുള്ള നമ്മുടെ പേരൻസിൻ്റെ ആണെങ്കിലും ഗ്രാൻഡ് പേരൻസിൻ്റെ ആണെങ്കിലും ഒത്തിരി പേരുടെ സ്ട്രഗിൾസ് ഇതിൻ്റെ പിന്നിലുണ്ട്, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല പ്രിവിലേജുകൾക്കും. അപ്പോൾ ഞാനും അതിൻ്റെ ഒരു ഉപഭോക്താവായിട്ട് തന്നെയാണ് പോകുന്നത്. ഇനിയും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, നല്ല അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളിലും ആ ഒരു ക്ലാരിറ്റിയോട് കൂടി, അല്ലെങ്കിൽ സമത്വം എന്നൊക്കെ പറയുന്നതിൻ്റെ ആ ഒരു യഥാർത്ഥ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു സെൻസോട് കൂടി പോകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്നതുപോലെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ അകത്ത് ഫോൾട്ട് ഉണ്ടാകാം, ഫ്ലോസ് ഉണ്ടാകാം, പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഒത്തിരി ബോധേഡല്ല. കാരണം ഞാനും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സൊസൈറ്റിയുടെ പാർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എനിക്കും അതിൻ്റേതായ എന്താ പറയുക, കുഴപ്പങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ഫ്ലോസ് ഉണ്ടാകാം. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നാളെ ഇപ്പം നമ്മളുടെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ശരി, നമ്മളുടെ ചുറ്റിലുമുള്ള ആ ഒരു സൊസൈറ്റിയിൽ വരുന്ന യങ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ ശരി, ആ ഒരു വാല്യൂസ്, ആ കോർ വാല്യൂസ്, അല്ലെങ്കിൽ മുന്നിലുണ്ടായിരുന്ന ആ ആൾക്കാരുടെ എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ട്രഗിൾസിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു ബെനഫിറ്റ്സ്, അല്ലെങ്കിൽ ആ ഒരു പ്രിവിലേജസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ട് പോകുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഒരു പക്ഷെ നമുക്ക് ഈ ഒരു ടോപ്പിക്സിനെ പറ്റി പോലും സംസാരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവത്തില്ല. കാരണം അങ്ങനെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. അവിടെ ഇക്വിറ്റി അല്ലെങ്കിൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഇങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് പോലും സംസാരിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു നാളെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹാപ്പി ഇൻ്റർനാഷണൽ വിമൻസ് ഡേ എൻ്റെ വക. Thank you so much for listening to me. This is Nisha George signing off. Bye-bye.